is 8.80 right from the start, so the openers must focus on quick strike rotation and finding boundaries early on. ചേസിംഗ് ആരംഭിക്കുകയാണ്. ഒരു വേൾഡ് കപ്പ് ഫൈനലിന്റെ പ്രതീതി നൽകുന്ന ഈ ടാർഗറ്റ് പാകിസ്ഥാന് വലിയ വെല്ലുവിളിയാണ്. The required run rate is 8.80 right from the start, so the openers must focus on quick strike rotation and finding boundaries early on. ചേസിംഗ് ആരംഭിക്കുകയാണ്. ഒരു വേൾഡ് കപ്പ് ഫൈനലിന്റെ പ്രതീതി നൽകുന്ന ഈ ടാർഗറ്റ് പാകിസ്ഥാന് വലിയ വെല്ലുവിളി ആൻഡ് ഫൈൻഡിംഗ് ബൗണ്ടറീസ് ഏർലി ഓൺ. ആദ്യ പന്ത് എറിയുകയാണ്. ഹാർദിക് പാണ്ഡ്യയാണ് ബോളിംഗ് ആരംഭിക്കുന്നത്. A crucial first ball here. The batsmen are looking very cautious, clearly respecting the pressure of a massive final. പാണ്ഡ്യയുടെ ബ്രില്യൻ തുടക്കം ഈ ലൈൻ ആൻഡ് ലെങ്ത് തന്നെയാണ് പ്രധാനം. ഹി ഈസ് കൺസിസ്റ്റന്റ്ലി ടാർഗറ്റിംഗ് ദ കോറിഡോർ ഓഫ് അൺസർട്ടനിറ്റി, എ ബ്രില്യൻ ടാക്ടിക്കൽ മൂവ് ദാറ്റ് വിൽ ബിൽഡ് ഇമ്മെൻസ് പ്രഷർ ആൻഡ് ഇസ് ക്രൂഷ്യൽ ഗിവൻ ദ സ്റ്റീപ്പ് റിക്വയർഡ് റൺ റേറ്റ് ഇൻ ദിസ് ഫൈനൽ. സ്കോർ ബോർഡിൽ സമ്മർദ്ദം കൂടുന്നു. 3 പന്തുകൾ കഴിഞ്ഞിട്ടും അക്കൗണ്ട് തുറക്കാനായിട്ടില്ല. ദ റിക്വയർഡ് റൺ റേറ്റ് ഹാസ് ഓൾറെഡി ക്ലൈംഡ് അബവ് 9 and over, which puts tremendous pressure on the batsmen this early in the innings. വിക്കറ്റ് പോയിരിക്കുന്നു. ആദ്യ വിക്കറ്റ് പാകിസ്ഥാന് നഷ്ടമായിരിക്കുന്നു. സത്യമാണ്. വാട്ട് എ ക്രൂഷ്യൽ ബ്രേക്ക് ത്രൂ ഫോർ ഇന്ത്യ. ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു ഷോർട്ട് ബോൾ ട്രാപ്പിൽ എസ് ഫർഹാൻ വീണു. റിങ്കു സിംഗ് took a brilliant catch at mid-off. This wicket early in the innings sets the tone for India. ആദ്യം
3 പന്തുകളിൽ റൺ എടുക്കാൻ ബുദ്ധിമുട്ടി, പ്രഷർ കയറി, 4ാമത്തെ പന്തിൽ വിക്കറ്റ് പോയി. സത്യം തന്നെ, ദാറ്റ്സ് എ ഗ്രേറ്റ് പോയിന്റ്. ആ തുടക്കത്തിലെ സമ്മർദ്ദം പ്രധാനമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ടീം വളരെ പ്രതിരോധത്തിലായി. ദേ മസ്റ്റ് ഫോക്കസ് ഓൺ സ്റ്റഡിയിങ് ദ ഇന്നിംഗ്സ് ആൻഡ് ബിൽഡിംഗ് എ സോളിഡ് പാർട്ട്ണർഷിപ്പ് റൈറ്റ് നൗ. Hello, Vishu. The new batsman is Salman Ali Agha, the skipper himself, walking into a tough situation right at the end of the first over. ഈ ഘട്ടത്തിൽ ടീമിനെ മുന്നോട്ട് നയിക്കുക എന്നത് അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വമാണ്. That's a brilliant piece of bowling from Hardik Pandya. A wicket made an over. ഇത് ഇന്ത്യയ്ക്ക് വളരെ നിർണായകമായ ഒരു തുടക്കമാണ്. പാകിസ്ഥാൻ ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാണ്. They have to navigate this critical period extremely carefully. ഹാർദിക് പാണ്ഡ്യയുടെ ഈ പ്രകടനം ഇന്ത്യയ്ക്കൊരു സ്വപ്നതുല്യമായ തുടക്കമാണ് നൽകുന്നത്. A wicket maiden in the very first over sets the tone and builds immense pressure on Pakistan. ഇപ്പോൾ റൺ റേറ്റ് 9.10 ആയി ഉയർന്നു. ഇത് പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിരയെ ശരിക്കും പരീക്ഷിക്കും. അടുത്ത ഓവർ എറിയാൻ വരുന്നത് ജസ്പ്രീത് ബുംറയാണ്. ഹാർദിക്സ് വിക്കറ്റ് മെയ്ഡൻ സ്പെൽ ഷെയർ ഹോൾഡേഴ്സ് വിൽ നൗ ബി ഫോളോഡ് ബൈ ബുംറ, വിച്ച് ഇസ് എ വെരി സ്ട്രാറ്റജിക് മൂവ്. ഈ ഘട്ടത്തിൽ ബുംറയുടെ കൃത്യതയും വേഗതയും പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാർക്ക് വലിയ വെല്ലുവിളിയാകും. വാട്ട് എ സ്റ്റണ്ണിംഗ് ഷോട്ട് ബൈ എസ് അയൂബ്. ബുംറയെ സിക്സറിന് പറത്തിയിരിക്കുന്നു. ദാറ്റ് ഈസ് എ ബോൾഡ് സ്റ്റേറ്റ്മെന്റ് അഗൈൻസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ബോളേഴ്സ്. ഇത് പാകിസ്ഥാൻ ഇന്നിംഗ്സിൽ വളരെ നിർണായകമായ ഒരു ബൗണ്ടറിയാണ്. A big appeal there, but it seems the umpire is not interested. അയൂബിന്റെ ഈ അഗ്രസീവ് അപ്രോച്ച് പാകിസ്ഥാൻ ഇന്നിംഗ്സിന് വളരെ ആവശ്യമാണ്. This quick boundary has certainly eased some of the early pressure created by Pandya. That's a crucial wicket for India. ബുംറയുടെ മനോഹരമായ ഒരു ഡെലിവറി ആയിരുന്നു അത്. This LBW check is a critical moment in the match. ഇന്ത്യ ഇപ്പോൾ കളിയിൽ പൂർണ്ണമായും ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. Oh, that is a massive wicket for India. Jasprit Bumrah has delivered a perfect Yorker. ഇത് പാകിസ്ഥാന് വലിയൊരു തിരിച്ചടിയാണ്. ഈ ഘട്ടത്തിൽ ഒരു വിക്കറ്റ് വീഴുന്നത് അവരുടെ റൺ ചേസിനെ സാരമായി ബാധിക്കും. A phenomenal start for India. Bumrah delivering crucial blows in the power play.
പാകിസ്ഥാൻ ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാണ്, കാരണം റിക്വയർഡ് റേറ്റ് ഇതിനകം 9 കടന്നു. They need a solid partnership immediately to stabilize the innings and keep the chase alive. ബാബർ ആസം ക്രീസിലേക്ക് വരുന്നത് പാകിസ്ഥാൻ ഒരു പ്രതീക്ഷയാണ്. The required run rate is climbing steeply, forcing them to rethink their approach right away. ബാബർ ആസമിന്റെ ബാറ്റിൽ നിന്ന് ഒരു ക്ലാസിക് ബൗണ്ടറി. That is a much needed boundary for Pakistan, easing some of the early pressure. These 2 runs are crucial for rotating the strike and keeping the scoreboard moving. ബാബർ ആസമിന് ഇവിടെ പിടിച്ചു നിന്ന് കളിക്കേണ്ടതുണ്ട്, കാരണം റിക്വയർഡ് റേറ്റ് കുറയ്ക്കാൻ നിരന്തരമായ സ്ട്രൈക്ക് റൊട്ടേഷൻ അത്യന്താപേക്ഷിതമാണ്. ബാബർ ആസമാണ് പാകിസ്ഥാന്റെ പ്രധാന പ്രതീക്ഷ. He needs to anchor this innings and build a partnership here. The match situation is extremely critical for Pakistan. നാല് ഓവറിൽ 9 റണ്ണ് 2 വിക്കറ്റ് നഷ്ടത്തിൽ. ബുംറ 6 അടിച്ചതിന് ശേഷം LBW കൊടുക്കുകയായിരുന്നു ബുംറ. സത്യം, ജസ്പ്രീത് ബുംറയുടെ ഒരു മികച്ച ഡെലിവറി ആയിരുന്നു അത്. സ്ട്രെയിറ്റ് ഇൻ ടു ദ ബ്ലോക്ക് ഹോൾ. ആഘ വളരെ ശ്രദ്ധയോടെയാണ് പ്രതിരോധിക്കുന്നത്. ഹി ഈസ് മെയിൻറ്റെയിനിങ് ദ കോറിഡോർ ഓഫ് അൺസർട്ടനിറ്റി ബ്യൂട്ടിഫുള്ളി ഹിയർ. Oh, that is a huge breakthrough for India. സായി മയു പുറത്തായിരിക്കുന്നു. ഇത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. A brilliant delivery that has completely changed the complexion of this early stage. പാകിസ്ഥാൻ തകരുകയാണ് സുഹൃത്തുക്കളെ. 3 വിക്കറ്റ് പോയിരിക്കുന്നു 2 ഓവറിൽ. സത്യമാണ്. This is a massive collapse and the match situation is extremely critical for Pakistan. ബുംറയുടെ ബ്രില്യൻറ്റ് സ്പെൽ പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയെ പൂർണ്ണമായും തകർത്തു. ഇനി വലിയൊരു പാർട്ട്ണർഷിപ്പ് കൂടിയേ തീരൂ. 2 ഓവറിൽ 13/3. ഇത് പാകിസ്ഥാന് വലിയ പ്രതിസന്ധിയാണ്. The required run rate is now touching 9.00 and this early collapse means India has complete control. എന്തൊരു തകർച്ച. പക്ഷേ ഇത് 2020 ആണ്, ഒന്നും പറയാൻ പറ്റില്ല. ഒരു ബാറ്റ്സ്മാൻ എന്ന് അടിച്ചാൽ മതി. Exactly, that's a great point. T20 is all about momentum, so one good partnership can shift the pressure instantly. ഇപ്പോൾ ക്രീസിലുള്ള ബാറ്റ്സ്മാൻമാർക്ക് റിസ്ക് എടുത്ത് കളിക്കേണ്ട സാഹചര്യമാണ്. ബാബർ ആസം അവിടെ ഉള്ളിടത്തോളം കാലം ഒന്നും പറയാൻ പറ്റില്ല. സത്യമാണ്. ബാബർ ആസം is absolutely critical for Pakistan right now. ഈ ഘട്ടത്തിൽ ഇന്നിംഗ്സ് റീബിൽഡ് ചെയ്യാനും റെഗുലർലി സ്ട്രൈക്ക് റൊട്ടേഷൻ ഉറപ്പുവരുത്താനും അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്, which is crucial to navigate this tough phase.
2.2 ഓവറിൽ 14 റൺ 3 വിക്കറ്റ് നഷ്ടത്തിൽ. സ്കോർ ബോർഡ് വളരെ മോശമാണ്. 14/3 ആഫ്റ്റർ 2.2 ഓവേഴ്സ് ഇസ് എ ഡിസാസ്ട്രസ് പൊസിഷൻ. ഈ ഘട്ടത്തിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇരിക്കുക എന്നതാണ് പാകിസ്ഥാന്റെ പ്രധാന തന്ത്രം. ദേ നീഡ് എ സോളിഡ് പാർട്ട്ണർഷിപ്പ് ടു റീഗെയിൻ കൺട്രോൾ. പ്രമദാസ ഫോമിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ 9 റൺ എന്നുള്ളത് T20 അത്ര വലിയ പ്രശ്നമല്ല. Exactly. Babar Azam creasilolapol Pakistane iniyum pradikshയ്ക്ക് വകയുണ്ട്. The required run rate is climbing to 9.17, so he needs to play the anchoring role perfectly while ensuring regular strike rotation. സ്കോർ 14, 3 വിക്കറ്റ് നഷ്ടം. ഈ സ്കോർ പാകിസ്ഥാന് വലിയ സമ്മർദ്ദമാണ് നൽകുന്നത്. The required run rate is now incredibly steep, forcing a significant shift in strategy. ക്രീസിലുള്ള ബാറ്റ്സ്മാൻമാർക്ക് ഇനി റിസ്ക് എടുത്ത് കളിക്കേണ്ടി വരും. They must find a way to consolidate and simultaneously look for boundaries to stay in the contest. അടുത്ത പന്ത് 6-ന് പറത്തിയിരിക്കുന്നു. What a massive hit! ഉസ്മാൻ ഖാന്റെ ഭാഗത്തു നിന്നൊരു മികച്ച ഷോട്ട്. ഇത് ടീമിന് വളരെ ആവശ്യമായ മൊമെന്റം നൽകുന്നു. That maximum will surely release some of the early pressure and show some positive intent. ഉസ്മാൻ ഖാൻ അടിച്ചു കളിക്കുന്നത് ബബർ അസാമിന്റെ പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും. That's a great point. Usman Khan's aggressive approach definitely releases pressure. Release on Babar Azam. 21/3 after 3 overs, so this partnership is pivotal to their chances. മൂന്ന് ഓവറിൽ 21/3 എന്നത് വളരെ The required run rate is now consistent. Hardik Pandya completes his spell with a tidy over. പാകിസ്ഥാന് ഇനിയുള്ള ഓവറുകളിൽ വലിയ ഷോട്ടുകൾ കണ്ടെത്തേണ്ടതുണ്ട്. The asking rate is consistently increasing. സ്പെല്ല് പൂർത്തിയായിട്ടില്ല, 2 ഓവർ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി 2 ഓവർ ബാക്കിയുണ്ട്, അത് അവസാനമായി ചെയ്യുകയെന്നാണ് ഞാൻ കരുതുന്നത്. Jasprit Bumrah assumes his spell now. ഇനിയുള്ള ഓവറുകൾ വളരെ നിർണായകമാണ്, especially in the death overs where Bumrah is exceptional. Pakistan needs 154 runs in 101 balls, so they must start accelerating decisively. സഹായിക്കുന്ന പിച്ചിൽ ബുംറ 2 വിക്കറ്റ് എടുത്തത് നിർണായകമാണ്. ആദ്യത്തെ ഓവറുകളിലുള്ള അടിച്ചുകളി പാകിസ്ഥാന് സാധിച്ചില്ല എന്നുള്ളത് സ്പിന്നർമാർ വരുമ്പോൾ കൂടുതൽ പ്രഷർ ഉണ്ടാകും. That's a valid point about the pitch and Bumrah's impact. ഈ pressure tactic പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിരയെ ശരിക്കും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്, and it could lead to more wickets as the spinners come into play. നേരത്തെ കുറേ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നില്ല, ഇപ്പം എവിടെ പോയി?
സത്യമാണ്, but let's focus on the crucial developments here. ഈ wide delivery ഇന്ത്യക്ക് അല്പം ഡിസഡ്വാൻറ്റേജ് ആണ്. It releases some of the pressure Bumrah built. പാകിസ്ഥാൻ ഇപ്പോൾ റൺ റേറ്റ് ഉയർത്താൻ ഒരു അവസരം നോക്കുകയാണ്. Another wide delivery there, which is something India will want to avoid. ഇത്തരം എക്സ്ട്രാ റണ്ണുകൾ ടീമിന് വലിയ തിരിച്ചടിയാണ്, കാരണം റിക്വയർഡ് റൺ റേറ്റ് ഇപ്പോൾ 9.24 ആയി ഉയർന്നിരിക്കുന്നു. 24 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ. ഈ സ്കോർ പാകിസ്ഥാന് വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നു, എസ്പെഷ്യലി വിത്ത് ദ റിക്വയർഡ് റൺ റേറ്റ് ക്ലൈംബിംഗ് കോൺസ്റ്റന്റ്ലി. ഇനിയുള്ള ഓവറുകളിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ സ്ട്രൈക്ക് റൊട്ടേഷൻ നടത്താനുള്ള തന്ത്രം അവർ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ആ സിംഗിൾ വൈറ്റലാണ്, അത് സ്ട്രൈക്ക് റൊട്ടേഷന് സഹായിക്കും. However, with the required run rate soaring at 9.21, they need more than just singles to chase down this total. അടുത്ത പന്ത് ഒരു സിംഗിൾ നേടിയിരിക്കുന്നു. ഇത് സ്ട്രൈക്ക് റൊട്ടേഷൻ നിലനിർത്താൻ സഹായിക്കുന്നു. However, with the required run rate already above 9, Pakistan needs to find the boundary urgently to stay in the contest. The current run rate is just 6.82, significantly below the required 9.21. ഈ ഘട്ടത്തിൽ വിക്കറ്റ് വീഴാതെ ശ്രദ്ധിച്ച് കളിക്കേണ്ടത് പാകിസ്ഥാന് വളരെ നിർണായകമാണ്, as the pressure is mounting with every dot ball. ബുംറയുടെ ഈ സ്പെൽ പാകിസ്ഥാന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഹീസ് ബോളിംഗ് ഇൻ ദ കോറിഡോർ ഓഫ് അൺസർട്ടൻറ്റി, മേക്കിംഗ് സ്ട്രൈക്ക് റൊട്ടേഷൻ വെരി ഡിഫിക്കൾട്ട്. പുതിയ ബൗളർ അക്സർ പട്ടേൽ വന്നിരിക്കുന്നു. ദ ക്യാപ്റ്റൻ ഈസ് ഇൻട്രൊഡ്യൂസിംഗ് സ്പിൻ ഏർലി. റൺ റേറ്റ് നിയന്ത്രിക്കാനും അവൈലബിൾ ആയേക്കാവുന്ന ടേൺ ഉപയോഗപ്പെടുത്താനും ഇത് സഹായിച്ചേക്കും. അക്സർ പട്ടേലിന്റെ ആദ്യ പന്ത് ഒരു ഡോട്ട് ബോൾ. ദാറ്റ് ഇമ്മീഡിയറ്റ്ലി ബിൽഡ്സ് പ്രഷർ ഓൺ ദ ബാറ്റിംഗ് സൈഡ്, ആസ് ദ റിക്വയർഡ് റൺ റേറ്റ് ഇസ് ക്ലൈംബിംഗ് വിത്ത് എവറി നോൺ സ്കോറിംഗ് ഡെലിവറി. ഈ ലൈനിൽ പന്തെറിയുന്നത് വിക്കറ്റ് നേടാനുള്ള വ്യക്തമായ തന്ത്രമാണ്. ബോളിംഗ് ഫുൾ ആൻഡ് ടാർഗറ്റിംഗ് ദ സ്റ്റംപ്സ് ഫ്രം അറൌണ്ട് ദ വിക്കറ്റ് ഈസ് എ ക്ലിയർ സ്ട്രാറ്റജി ടു റെസ്ട്രിക്ട് ദ ഫ്ലോ ഓഫ് റൺസ് ആൻഡ് ലുക്ക് ഫോർ ക്രൂഷ്യൽ ബ്രേക്ക് ത്രൂസ്. ഈ ഘട്ടത്തിൽ ഒരു വിക്കറ്റ് വീഴുന്നത് പാകിസ്ഥാന്റെ നില കൂടുതൽ പരുങ്ങലിലാക്കും. ഉസ്മാൻ ഖാൻ ഒരു ബൗണ്ടറി നേടിയിരിക്കുന്നു, ഫൈൻഡിംഗ് ദ ഗ്യാപ്സ് പെർഫെക്റ്റ്ലി. This crucial boundary provides some much needed momentum and helps ease the pressure that was building. ഉസ്മാൻ ഖാന്റെ ഈ ഷോട്ട് ടീമിന് വലിയ ആത്മവിശ്വാസം നൽകും. This is a crucial phase where Pakistan needs to balance calculated aggression with careful strike rotation to navigate the climbing required run rate.
ഒരു സിംഗിൾ നേടിയിരിക്കുന്നു. ഇത് വളരെ പ്രധാനമാണ്. സ്ട്രൈക്ക് റൊട്ടേഷൻ ഇസ് ആബ്സല്യൂട്ട്ലി ക്രൂഷ്യൽ അറ്റ് ദ സ്റ്റേജ്, എസ്പെഷ്യലി വിത്ത് ദ റിക്വയർഡ് റൺ റേറ്റ് കൺസിസ്റ്റന്റ്ലി അബവ് 9 runs per over. ഈ സിംഗിൾ പാകിസ്ഥാൻ ഇന്നിംഗ്സിൽ നിർണായകമാണ്. They need to keep the scoreboard moving with consistent strike rotation to handle the mounting pressure. റൺസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ. നാല് വിക്കറ്റ് നഷ്ടപ്പെട്ട ഈ ഘട്ടം പാകിസ്ഥാന് വളരെ നിർണായകമാണ്. They need to build a substantial partnership immediately to steady the innings and handle the climbing required run rate. അടുത്ത വിക്കറ്റ് പോയിരിക്കുന്നു ബൗൾ. ബാബർ അസം പുറത്തായിരിക്കുന്നു. അക്സർ പട്ടേൽ വിത്ത് എ മാസീവ് ബ്രേക്ക് ത്രൂ. ഇത് പാകിസ്ഥാൻ ഇന്നിംഗ്സിനെ ശരിക്കും പ്രതിരോധത്തിലാക്കി. They are now in deep trouble. ബാബർ അസാമിന്റെ വിക്കറ്റ് വളരെ നിർണായകമാണ്. സത്യമാണ്. ദാറ്റ്സ് എ ഗ്രേറ്റ് പോയിന്റ്. ബാബർ അസമിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. ദിസ് ഈസ് എ ഹ്യൂജ് ബ്ലോ ടു പാകിസ്ഥാൻസ് ചാൻസസ്, പ്ലേസിംഗ് ദം ഇൻ ഡീപ് ട്രബിൾ. പാകിസ്ഥാൻ ഇന്നിംഗ്സ് തകർന്നിരിക്കുന്നു. പക്ഷേ 2020 ആണ്, ഒന്നും പറയാൻ പറ്റില്ല. ചാൻസ് എക്സാക്ട്ലി. 20-ൽ ഒന്നും പ്രവചിക്കാൻ കഴിയില്ല എന്നത് സത്യമാണ്. ദ റിക്വയർഡ് റൺ റേറ്റ് ഈസ് മൗണ്ടിങ് ഹെവിലി, സോ എ സബ്സ്റ്റാൻഷ്യൽ പാർട്ട്ണർഷിപ്പ് ഈസ് ആബ്സല്യൂട്ട്ലി ക്രൂഷ്യൽ ടു നാവിഗേറ്റ് ദിസ് ഡെത്ത് ഓവർ സിനാരിയോ. ഷാദാബ് ഖാൻ ഒരു സിംഗിൾ നേടി ഓവർ അവസാനിപ്പിച്ചു. 5 overs are completed. റണ്ണ് 4 വിക്കറ്റ് നഷ്ടത്തിൽ. വരുൺ ചക്രവർത്തിയുടെ ആദ്യ പന്ത് ഒരു ഡോട്ട് ബോൾ. The pressure continues to mount for Pakistan as the required run rate is consistently above 9 runs per over. അടുത്ത പന്തിൽ സിംഗിൾ എടുത്തിരിക്കുന്നു. ഈ സിംഗിൾ വളരെ നിർണായകമാണ്, കാരണം ഇത് സ്ട്രൈക്ക് റൊട്ടേഷൻ നിലനിർത്താൻ സഹായിക്കുന്നു. വിത്ത് ദ റിക്വയർഡ് റൺ റേറ്റ് കൺസിസ്റ്റന്റ്ലി അബവ് 9, ഫൈൻഡിംഗ് ദീസ് സിംഗിൾസ് ഈസ് ക്രൂഷ്യൽ ടു ഈസ് ദ പ്രഷർ ആൻഡ് കീപ് ദ സ്കോർബോർഡ് മൂവിംഗ്. 36 റൺസും 4 വിക്കറ്റ് നഷ്ടത്തിൽ 5.2 ഓവറിൽ. തിരിച്ചുവരവിന് പാകിസ്ഥാൻ നന്നായി പൊരുതുന്നുണ്ട്. They need to focus on consolidating the innings and building a partnership to navigate the challenging required run rate. ഈ സിംഗിൾ റൺസ് നേടാനുള്ള അവരുടെ തന്ത്രത്തിന്റെ ഭാഗമാണ്. With the required run rate hovering near 10, continuous strike rotation is vital to keep the pressure from mounting further.
38 റണ്ണ് 4 ഓവറിൽ 5.4 വിക്കറ്റിന് 5.5 ഓവറിൽ. 5.5 ഓവറിൽ 38-ന് 4 എന്ന നിലയിൽ പാകിസ്ഥാൻ വലിയ സമ്മർദ്ദത്തിലാണ്. ദേ ആർ ഇൻ ഡീപ് ട്രബിൾ ആൻഡ് നീഡ് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട്ണർഷിപ്പ് ടു കോപ്പ് വിത്ത് ദ ക്ലൈംബിംഗ് റിക്വയർഡ് റൺ റേറ്റ്. 6ാമത്തെ ഓവർ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഡ്രിങ്ക്സ് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. പാകിസ്ഥാന് ഒന്ന് കളിയിൽ ഒരു പോസ് നടത്തി ഒന്ന് അവലോകനം ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. ഡ്രിങ്ക്സ് ബ്രേക്ക് പാകിസ്ഥാന് വളരെ നിർണായകമായൊരു അവസരമാണ്. ദ റിക്വയർഡ് റൺ റേറ്റ് ഈസ് സോറിംഗ് ടു 9.57. തകർച്ചയ്ക്ക് ശേഷം ഒരു തിരിച്ചു വരവിന് അവർ ഈ സമയം ഉപയോഗിക്കണം. ദേ മസ്റ്റ് ബിൽഡ് എ സ്റ്റെബിലൈസിംഗ് പാർട്ട്ണർഷിപ്പ് ടു നാവിഗേറ്റ് ദ ചാലഞ്ചിങ് സിറ്റുവേഷൻ അഹെഡ്. ഇന്ത്യൻ ഇന്നിംഗ്സിലെ ആദ്യ ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം ഇഷാൻ കിഷൻ തുടർച്ചയായി 3 ബൗണ്ടറികൾ നേടിയാണ് മൊമെന്റം ബിൽഡ് ചെയ്തത്. അതുപോലെ പാകിസ്ഥാന് കഴിയുമോ നോക്കാം. എന്നാലും ബബർ ആസാമിന്റെ വിക്കറ്റ് ഒരു കൂറ്റൻ തിരിച്ചടിയാണ്. തീർച്ചയായും അത് വളരെ പ്രസക്തമായൊരു നിരീക്ഷണമാണ്. ബാബർ അസമിന്റെ വിക്കറ്റ് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്, എസ്പെഷ്യലി ഇൻ ദിസ് ക്രൂഷ്യൽ ഫേസ്. ഡ്രിങ്ക്സ് ബ്രേക്ക് പാകിസ്ഥാന് ഒരു സ്ട്രാറ്റജിക് പോസാണ്. ദേ മസ്റ്റ് ഫൈൻഡ് എ വേ ടു ബിൽഡ് എ റെസിലിയന്റ് പാർട്ട്ണർഷിപ്പ് ടു ചേസ് ദിസ് ചാലഞ്ചിങ് ടാർഗറ്റ്. ഇന്ത്യയുടെ ഇന്നിംഗ്സിലെ പോലെ ഒരു തിരിച്ചുവരവ് പാകിസ്ഥാന് അത്യാവശ്യമാണ്. ദ റിക്വയർഡ് റൺ റേറ്റ് ഇസ് ഡീപ് അറ്റ് 8.57 ആൻഡ് ദേ നീഡ് ടു ബിൽഡ് ഇമ്മീഡിയറ്റ് മൊമെന്റം ടു ചേസ് ഡൗൺ ദിസ് ടാർഗറ്റ്. പവർ പ്ലേ അവസാനിച്ച സ്ഥിതിക്ക് ഇനി വിക്കറ്റ് നഷ്ടപ്പെടാതെ വലിയ ഷോട്ടുകൾ കളിക്കേണ്ടത് അത്യാവശ്യമാണ്. ദ റിക്വയർഡ് റൺ റേറ്റ് ഈസ് അലാമിംഗ്ലി ഹൈ അറ്റ് 9.86. സോ പാകിസ്ഥാൻ മസ്റ്റ് ഫൈൻഡ് ബൗണ്ടറീസ് കൺസിസ്റ്റന്റ്ലി ആൻഡ് റൊട്ടേറ്റ് ദ സ്ട്രൈക്ക് ടു സ്റ്റേ ഇൻ ദ ഗെയിം. പുതിയ സ്പിൻ ബൗളറെ കൊണ്ടുവന്നത് ഇന്ത്യയുടെ മികച്ച നീക്കമാണ്. ദ റിക്വയർഡ് റൺ റേറ്റ് ഇസ് സ്കൈ റോക്കറ്റിംഗ് ടു 9.86. ഈ ഘട്ടത്തിൽ വിക്കറ്റ് വീഴാതെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്നത് പാകിസ്ഥാന് വലിയ വെല്ലുവിളിയാണ്. ക്രിക്കറ്റിൽ എപ്പോഴും സമ്മർദ്ദമുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ വളരെ നിർണായകമായൊരു ഘട്ടത്തിലാണ്. ദ റിക്വയർഡ് റൺ റേറ്റ് ഈസ് ഇൻക്രെഡിബ്ലി ഹൈ, സോ ഫൈൻഡിംഗ് ബൗണ്ടറീസ് ഈസ് ആബ്സല്യൂട്ട്ലി ക്രിട്ടിക്കൽ ടു സ്റ്റേ ഇൻ ദ ഗെയിം. അക്സർ പട്ടേലിന്റെ ആദ്യ പന്തിൽ ഒരു സിംഗിൾ നേടിയിരിക്കുന്നു. ദിസ് ഇസ് ക്രൂഷ്യൽ ഫോർ സ്ട്രൈക്ക് റൊട്ടേഷൻ ആസ് ദ റിക്വയർഡ് റൺ റേറ്റ് ഈസ് അലാമിംഗ്ലി ഹൈ അറ്റ് 9.96, ഡിമാൻഡിംഗ് കോൺസ്റ്റന്റ് സ്കോറിംഗ്. പാകിസ്ഥാൻ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. റിക്വയർഡ് റൺ റേറ്റ് 9.96 ഉയർന്നു. വിക്കറ്റ് നഷ്ടപ്പെടാതെ കൂട്ടുകെട്ടുണ്ടാക്കുകയും അതേസമയം ബൗണ്ടറികൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പട്ടേലിന്റെ കൃത്യതയാർന്ന ബൗളിംഗ് തുടരുന്നു. ഇത് പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാരെ ശരിക്കും സമ്മർദ്ദത്തിലാക്കുന്നു. The required run rate is climbing steadily, making strike rotation absolutely crucial at this stage. ഈ ഡോട്ട് ബോൾ വീണ്ടും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ആവശ്യമായ റൺ റേറ്റ് ഇപ്പോൾ വളരെ കൂടുതലാണ്.
Pakistan needs a complete shift in their batting approach. They have to find boundaries consistently to manage this climbing required rate. That's another dot ball. Pressure mounting constantly here. ഈ ഘട്ടത്തിൽ ഓരോ ഡെലിവറിയും വളരെ നിർണായകമാണ്, കാരണം ആവശ്യമായ റൺ റേറ്റ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ സിദ്ധാർത്ഥ്. ഈ വിക്കറ്റ് വീണതോടെ പാകിസ്ഥാൻ ശരിക്കും പ്രതിരോധത്തിലായി. The required run rate is climbing steadily towards 10, which puts tremendous pressure on this middle order. ഇനി വരുന്ന ഓവറുകളിൽ വലിയ ഷോട്ടുകൾക്ക് ശ്രമിച്ചില്ലെങ്കിൽ മത്സരം കൈവിട്ടുപോകും. ഈ ഡെലിവറിയിൽ ഒരു റണ്ണൌട്ട് സാധ്യതയുണ്ടായിരുന്നു, പക്ഷേ ഉസ്മാൻ ഖാൻ സുരക്ഷിതനാണ്. ദാറ്റ് വാസ് എ ക്ലോസ് കോൾ അറ്റ് ബാക്ക്വേർഡ് പോയിന്റ് ആസ് ഹി അറ്റംപ്റ്റഡ് എ ക്വിക്ക് സിംഗിൾ ബട്ട് വാസ് കറക്റ്റ്ലി സെൻഡ് ബാക്ക്. ഉസ്മാൻ ഖാന്റെ ഒരു കിഡിലൻ പുൾ ഷോട്ട്. അക്രോസ് ദ സ്റ്റംപ്സ് വന്ന ഉസ്മാൻ ഖാൻ പന്ത് ബൗണ്ടറിയിലേക്ക് വായിച്ചു. പാകിസ്ഥാന് വളരെ ആവശ്യമായിരുന്ന 4 റൺസ്. ഈ ബൗണ്ടറി പാകിസ്ഥാനെ 50 റൺസ് കടത്തിവിട്ടു. ഇതവർക്ക് വലിയ ആത്മവിശ്വാസം നൽകും. ദ റിക്വയർഡ് റൺ റേറ്റ് ഇസ് നൗ നിയറിംഗ് 10 per over, so they desperately need to maintain this momentum and focus on smart strike rotation. 2020-ൽ ഈ റിക്വയർഡ് റൺ റേറ്റ് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, പക്ഷേ 4 വിക്കറ്റ് പോയി എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം. ഇന്ത്യയുടെ സ്കോർ 175 മാത്രമേ ഉള്ളൂ. എന്തും സംഭവിക്കാം. സത്യം, 5 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ദേ നീഡ് എ സബ്സ്റ്റാൻഷ്യൽ പാർട്ട്ണർഷിപ്പ് ഹിയർ ടു സ്റ്റെബിലൈസ് ദ ഇന്നിംഗ്സ് ആൻഡ് ദെൻ ആക്സിലറേറ്റ്, ബിക്കോസ് ദ റിക്വയർഡ് റേറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ക്ലൈംബിംഗ്. എന്തല്ല സാറാ 4? ദാറ്റ്സ് എ ഗ്രേറ്റ് പോയിന്റ്. 4 വിക്കറ്റ് തന്നെയാണ്. ഷതാബ് ഖാന്റെ ഈ ബൗണ്ടറി ടീമിന് വളരെ നിർണായകമാണ്. ദിസ് ബൗണ്ടറി ബ്രിങ്സ് അപ്പ് ദ 50 ഫോർ പാകിസ്ഥാൻ ആൻഡ് ഇൻജെക്ട്സ് മച്ച് നീഡഡ് മൊമെന്റം, ബട്ട് ദ റിക്വയർഡ് റേറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ക്ലൈംബിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു സിംഗിൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തു. ഈ ഘട്ടത്തിൽ സിംഗിളുകളും ഡബിളുകളും വളരെ നിർണായകമാണ്. ദേ മസ്റ്റ് അവോയ്ഡ് ഡോട്ട് ബോൾസ് ടു എൻഷുർ ആൻ റിക്വയർഡ് റൺ റേറ്റ് ഡസന്റ് ക്ലൈംബ് ടു ഹൈ. സ്കോർ ബോർഡ് ചലിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു പ്രധാന സിംഗിൾ കൂടി നേടിയിരിക്കുന്നു. ദിസ് റെഗുലർ സ്ട്രൈക്ക് റൊട്ടേഷൻ ഇസ് ആബ്സല്യൂട്ട്ലി ക്രൂഷ്യൽ ഫോർ പാകിസ്ഥാൻ റൈറ്റ് നൗ, ആസ് ദേ നീഡ് ടു മാനേജ് ദ മൗണ്ടിംഗ് പ്രഷർ വിത്ത് ദ റിക്വയർഡ് റൺ റേറ്റ് കൺസിസ്റ്റന്റ്ലി ഹോവറിംഗ് അറൌണ്ട് ദ 10 മാർക്ക്. ഈ ഓവറിലെ മറ്റൊരു സിംഗിൾ സ്കോർ ഉയർത്താൻ ഇത് സഹായിക്കുന്നു. മെയിൻറ്റെയിനിങ് ദിസ് മൊമെന്റം ഇസ് കീ ഫോർ പാകിസ്ഥാൻ ആസ് ദേ നാവിഗേറ്റ് ദ മിഡിൽ ഓവേഴ്സ്. ഞാൻ കൊളംബോയിലെ വെതർ നോക്കി സുഹൃത്തുക്കളെ. മഴയില്ല. ഇപ്പോഴത്തെ ഫോർകാസ്റ്റ് അനുസരിച്ച് മഴയില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുൾ മാച്ച് കിട്ടും.
വെതർ ഫോർകാസ്റ്റിൽ മഴ പ്രത്യക്ഷമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഴുവൻ മാച്ചും കളിക്കുമെന്നാണ് കരുതുന്നത്. വിക്കറ്റ് പോയില്ലെങ്കിൽ ടൈറ്റ് മത്സരമായിരിക്കും. സത്യമാണോ? വെദർ ഇസ് ക്രൂഷ്യൽ ഹിയർ. ഇവിടുത്തെ കറന്റ് റൺ റേറ്റ് 7.13 ആണ്. ബട്ട് റിക്വയർഡ് റൺ റേറ്റ് ഓൾമോസ്റ്റ് 9.90 ആയി ഉയർന്നിരിക്കുന്നു. ദിസ് പാർട്ട്ണർഷിപ്പ് ഇസ് സ്റ്റഡി, ബട്ട് ദേ റിയലി നീഡ് ടു ആക്സലറേറ്റ് നൗ ടു ചേസ് ദിസ് ബിഗ് ടോട്ടൽ. ഓ, അവിടുത്തെ ക്യാച്ച് ഡ്രോപ്പ് ഒരു വലിയ നിമിഷമാണ്. യൂഖാന്റെ വിക്കറ്റ് കളയുന്നത് അവർക്ക് വലിയ തിരിച്ചടിയാവുമായിരുന്നു. He gets a life and this could significantly change the momentum of the match. That's a massive tactical shift. ഇന്ത്യക്ക് കളിയിലേക്ക് തിരികെ വരാനുള്ള ഒരു സുവർണ അവസരമാണ് നഷ്ടപ്പെട്ടത്. This partnership has to capitalize on this lapse and try to rotate the strike more aggressively. കാരണം required rate continuously climb ചെയ്യുകയാണ്. ക്യാച്ചസ് വിൻസ് മാച്ചസ് എന്നല്ലേ? ക്യാച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അടുത്ത പന്ത് ബൗണ്ടറിക്ക് പോയിരിക്കും. What a brilliant shot from Yukhan! He decisively puts that delivery away for a much needed boundary, capitalizing on the dropped catch. ഈ നിർണായകമായ 4 റൺസ് പാകിസ്ഥാന്റെ റൺ റേറ്റിൽ കാര്യമായ മാറ്റമുണ്ടാക്കും. ടീമിന് വലിയൊരു ബൂസ്റ്റാണിത്. The required run rate is still climbing and this partnership is crucial for Pakistan right now. ഈ ഘട്ടത്തിൽ വിക്കറ്റുകൾ നഷ്ടപ്പെടാതെ നിരന്തരം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. Any dot balls will only increase the pressure. Usman Khan pulls that for a single, which is excellent strike rotation. ഈ നിർണായക സമയത്ത് സ്കോർ ബോർഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം സിംഗിളുകൾ അനിവാര്യമാണ്. They need to maintain this momentum. ഇപ്പോൾ അവർക്ക് 71 ബോളിൽ 110 റൺസ് വേണം. So the pressure is steadily increasing. അടുത്ത ഓവറുകളിൽ ചില ബിഗ് ഷോട്ട്സ് കളിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കളി കൈവിട്ടു പോകും. The bowler pushed the batter with serious pace there. 95.1 km/h is sharp. Usman managed to stab it back and that is a crucial dot ball for India. ഈ ഘട്ടത്തിൽ ഇത്തരം ഡോട്ട് ബോൾസ് പാകിസ്ഥാന് വലിയ സമ്മർദ്ദമുണ്ടാക്കും. That's the end of over 9 and the required run rate has now touched 10. ഇത് പാകിസ്ഥാന് വളരെ സമ്മർദ്ദമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. They need to find boundaries quickly to stay in the game. The strategy is clear. They must target specific bowlers in the next few overs. അടുത്ത ഓവറുകളിൽ വലിയ ഷോട്ടുകൾക്ക് ശ്രമിച്ചേ മതിയാകൂ. കാരണം റിക്വയർഡ് റൺ റേറ്റ് ഇപ്പോൾ കൃത്യം 10 ആണ്. Slightly short and wide and Shadab lunges to defend it effectively. ഈ ഡെലിവറിയിൽ റൺസ് എടുക്കാൻ സാധിച്ചില്ലെങ്കിലും വിക്കറ്റ് നഷ്ടപ്പെടാതെ സേഫ് ഗാർഡ് ചെയ്യുന്നത് പ്രധാനമാണ്. That was a risky shot from Shadab, a slower delivery that completely deceived him. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വിക്കറ്റ് പോകാതിരുന്നത്. ലെഗ് സൈഡിലേക്ക് പോയത് ഒരു പക്ഷേ രക്ഷയായി. The pressure is clearly mounting with the RRR climbing steadily now.
Kuldeep Yadav starts his spell with a tight line, but the batsman smartly rotates the strike with a quick couple. Migacha running between the wickets, quickly converting the single into 2 runs. ഇത് ടീമിന് വലിയ ആത്മവിശ്വാസം നൽകും, എസ്പെഷ്യലി കൺസിഡറിംഗ് ദ ക്ലൈംബിംഗ് റിക്വയർഡ് റൺ റേറ്റ്. തൊട്ടു മുൻപത്തെ ബോളിൽ സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തു. This aggressive intent, even against a quality spinner like Kuldeep, shows the clear strategy to keep the scoreboard moving and not get bogged down. ഈ ഘട്ടത്തിൽ വിക്കറ്റ് വീഴാതെ റൺസ് കണ്ടെത്തുക എന്നത് തന്നെയാണ് പാകിസ്ഥാന്റെ പ്രധാന ലക്ഷ്യം. Kuldeep bowls a slightly fuller delivery, giving it some air, and Shadab Khan defends it solidly. മികച്ച നിയന്ത്രണത്തോടെയുള്ള പന്തെറിയൽ റൺ നേടാനുള്ള അവസരം ബൗളർ നൽകുന്നില്ല. Another crucial dot ball. ഈ ഘട്ടത്തിൽ ഡോട്ട് ബോളുകൾ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. അറ്റ് ദിസ് സ്റ്റേജ് ഡോട്ട് ബോൾസ് ആർ ഇൻക്രീസിംഗ് ദ പ്രഷർ സിഗ്നിഫിക്കൻ്റ്ലി. പാകിസ്ഥാൻ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനോ ബൗണ്ടറികൾ കണ്ടെത്താനോ ശ്രമിച്ചേ മതിയാകൂ. ദ റിക്വയർഡ് റൺ റേറ്റ് ഇസ് നൗ നിയറിംഗ് 11. റൺസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 9.5 ഓവർ. Kuldeep bowls a brilliant googly, full and turning away sharply, completely beating the batsman's defense. Shadab Khan മുന്നോട്ട് കയറി പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പന്ത് ബാറ്റിൽ ഉരസിയില്ല. The turn and deception were fantastic. That's a great over from Kuldeep Yadav. Just 1 run conceded, which really tightens things for Pakistan. ഇപ്പോൾ ആവശ്യമായ റൺ റേറ്റ് കൃത്യം 10 ഉയർന്നിരിക്കുന്നു. ദിസ് വിൽ ഫോഴ്സ് ദ ബാറ്റ്സ്മാൻ ടു ടേക്ക് മോർ റിസ്ക്സ്. അടുത്ത ഓവറുകളിൽ പാകിസ്ഥാൻ റൺസ് കണ്ടെത്താൻ ഒരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. ഓവറിൽ മൊത്തത്തിൽ ഒരു റണ്ണല്ല, ഓരോ ബോളിലും സിംഗിളുകൾ മാത്രം. അതാണ് ഉദ്ദേശിച്ചത്. R. Patel begins the over with a tight delivery and Usman Khan plays it safe to start. പുതിയ ബൗളറുടെ വരവ് പാകിസ്ഥാന്റെ മേലുള്ള സമ്മർദ്ദം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. റിക്വയർഡ് റൺ റേറ്റ് ഈസ് നൗ എക്സാക്ട്ലി 10. Usman Khan takes a vital single which is essential to ease the mounting pressure. ഈ ഘട്ടത്തിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് വളരെ നിർണായകമാണ്, കാരണം റിക്വയർഡ് റൺ റേറ്റ് ഇപ്പോൾ കൃത്യം 10 ആണ്. ദി സ്ട്രാറ്റജി മസ്റ്റ് നൗ ഷിഫ്റ്റ് ടുവേർഡ്സ് കാൽക്കുലേറ്റഡ് അഗ്രഷൻ. Shadab Khan smartly rotates the strike with a single, crucial for keeping the momentum. ഈ ഘട്ടത്തിൽ ഇത്തരം സിംഗിളുകൾ ടീമിന് ഏറെ പ്രധാനമാണ്, കാരണം ആവശ്യമായ റൺ റേറ്റ് ഉയർന്നു വരികയാണ്. Oh, that's a massive wicket for India. Usman Khan has been stumped out. A huge blow for Pakistan at this crucial juncture. ഈ ഘട്ടത്തിൽ 5ാമത്തെ വിക്കറ്റ് വീഴുന്നത് പാകിസ്ഥാന്റെ ചേസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. The required run rate is now over 11. That dismissal is a massive turning point. Patel has struck at a critical time. ഈ വിക്കറ്റ് പാകിസ്ഥാന്റെ റൺ ചേസിനെ സാരമായി ബാധിക്കും. Now they need 103 runs from 56 balls. ശേഷിക്കുന്ന ബാറ്റ്സ്മാൻമാർ വലിയ ഷോട്ടുകൾക്ക് ശ്രമിക്കേണ്ടി വരും. Otherwise the pressure will be insurmountable. അക്ഷർ പട്ടേലിന്റെ അവസാനത്തെ ഓവറായിരുന്നു. 2 വിക്കറ്റ് 29 റൺസ് വഴി നേടി 3.4 ഓവറിൽ. Exactly, that's a phenomenal spell from Akshar Patel. കൃത്യസമയത്തുള്ള വിക്കറ്റുകൾ ടീമിന് വലിയ ആത്മവിശ്വാസം നൽകും. The required run rate is now over 11 runs per over, making the chase extremely challenging for Pakistan.
Mohammad Nawaz is the new batsman at the crease, a critical moment for Pakistan. ഉയർന്നു വരുന്ന റൺ റേറ്റ് കാരണം അദ്ദേഹത്തിന് ഉടൻ തന്നെ സ്കോറിംഗ് ആരംഭിക്കേണ്ടതുണ്ട്. There's no time to settle in. Patel bowls a tight line straight away. പുതിയതായി ക്രീസിൽ വന്ന നവാസ് വളരെ ശ്രദ്ധയോടെയാണ് പ്രതിരോധിക്കുന്നത്. ദിസ് ഇസ് ക്രൂഷ്യൽ ഫോർ പാകിസ്ഥാൻ. കാരണം ഒരു വിക്കറ്റ് കൂടി നഷ്ടപ്പെട്ടാൽ മത്സരം പൂർണ്ണമായും ഇന്ത്യയുടെ കയ്യിലാകും. അക്സർ പട്ടേലിൻ്റെ ആ ഡെലിവറി എക്സലൻ്റ് ആയിരുന്നു. ഫുൾ ലെങ്ത്തിൽ ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപിൽ വീണ ബോൾ നവാസിനെ കംപ്ലീറ്റായി ബീറ്റ് ചെയ്തു. നവാസ് ലഞ്ച്ഡ് ഫോർവേഡ് ബട്ട് couldn't connect. A vital dot ball that builds immense pressure in this run chase. The required run rate is climbing steadily, which puts enormous pressure on the batting side. ഈ ഘട്ടത്തിൽ വിക്കറ്റ് കളയാതെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. ഡെത്ത് ഓവേഴ്സിൽ വലിയ ഷോട്ടുകൾക്ക് ശ്രമിക്കാൻ വിക്കറ്റുകൾ കയ്യിലുണ്ടായിരിക്കണം. The current required run rate is hovering above 11, which dictates an aggressive approach from the batsman. എന്നാൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇതും ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു വിക്കറ്റ് വീണാൽ അത് ടീമിൻ്റെ മൊത്തത്തിലുള്ള റൺ ചേസിനെ സാരമായി ബാധിക്കും. ഈ ഘട്ടത്തിൽ ഒരു വിക്കറ്റ് വീഴുന്നത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. റിക്വയർഡ് റൺ റേറ്റ് ഇതിനകം 11 മുകളിലെത്തിയിരിക്കുന്നു. ദിസ് വിക്കറ്റ് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ്സ് ദ മൊമെന്റം ആൻഡ് പുട്സ് ഇന്ത്യ ഫേംലി ഇൻ ദ ഡ്രൈവേഴ്സ് സീറ്റ്. സത്യം, ഈ ഉയർന്ന റൺ റേറ്റ് മറികടക്കാൻ പാകിസ്ഥാൻ ഇപ്പോൾ ആക്രമണാത്മക സമീപനം സ്വീകരിച്ചേ പറ്റൂ. They need boundaries every ball now, and the Indian bowlers must maintain that corridor of uncertainty to put pressure. Score ഇപ്പോൾ 78 for 6. അതെ, പാകിസ്ഥാൻ വലിയ സമ്മർദ്ദത്തിലാണ്.
ഫഹീം അഷ്റഫ് ഇപ്പോൾ ക്രീസിൽ. ടീമിനെ രക്ഷിക്കാൻ ഒരു മിറക്കിൾ ആവശ്യമാണ്. മുഷ്കിൽ ഹെ. കെ യാദവിയുടെ അടുത്ത പന്ത്. ഫഹീം അഷ്റഫ് ഒരു പുൾ ഷോട്ടിന് ശ്രമിച്ചു, പക്ഷേ അത് കണക്ട് ചെയ്യാനായില്ല. കൃത്യമായ ലൈനും ലെങ്ത്തും. വളരെ നിർണായകമായ ഒരു ഓവർ പൂർത്തിയായിരിക്കുന്നു. യാദവ് ബ്രില്യൻ്റ്ലി ബോൾഡ്. പാകിസ്ഥാന് ഇനി 48 പന്തിൽ 98 റൺസ് ആവശ്യമാണ്. മുഷ്കിൽ ഹെ. കെ യാദവിയുടെ അടുത്ത പന്ത് ഷോട്ടായിരുന്നു. ഫഹീം അഷ്റഫ് അത് ബാക്ക് ഫൂട്ടിൽ തടുത്തു. മികച്ച നിയന്ത്രണം. Tactical brilliance, sliding in full and around middle. ഫഹീം അഷ്റഫ് ഫോർവേഡ് പോയി പ്രതിരോധിച്ചു. ബേമിസാൽ ഡിഫൻസ്. പുതിയ ബൗളർ ടി വർമ്മ നിർണായക ഘട്ടത്തിൽ പന്ത് ഏറ്റെടുക്കുന്നു. പാകിസ്ഥാന്റെ വിജയസാധ്യത വളരെ കുറവാണ്, എങ്കിലും ഒരു തിരിച്ചുവരവ് അസാധ്യമല്ല. തിലക് വർമ്മയുടെ ആദ്യത്തെ പന്ത്. മികച്ച തുടക്കം. റൺസ് എടുക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത രീതിയിലുള്ള ബോളിംഗ്. പ്രഷർ വർദ്ധിപ്പിക്കുന്നു. ബോൾ ഇൻ എയർ. ഷതാബ് ഖാൻ ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ചു. പന്ത് ഉയർന്നു പറക്കുന്നു. ക്യാച്ച് എടുക്കുമോ? കോട്ട് ഔട്ട്. ഷതാബ് ഖാൻ പുറത്തായി. ഇത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. മത്സരം ഇന്ത്യയുടെ കയ്യിലേക്ക് നീങ്ങുന്നു. മുഷ്കിൽ ഹെ. ഇമോഷണൽ മൂമെന്റ്. തിലക് വർമ്മയുടെ ഗോൾഡൻ ആം നിർണായക ബ്രേക്ക് ത്രൂ നൽകിയിരിക്കുന്നു. ഇനി പാകിസ്ഥാന് 47 പന്തിൽ 98 റൺസ് വേണം. ഷതാബ് ഖാന്റെ വിക്കറ്റ് കളിയുടെ ഗതി മാറ്റിമറിച്ചിരിക്കുന്നു. ഇത് തിലക് വർമ്മയുടെ ആദ്യത്തെ പന്തായിരുന്നു. ഒരു ഡ്രീം ഡെബ്യൂ മൊമെന്റ്. ഇന്ത്യ ഇപ്പോൾ മത്സരത്തിൽ പൂർണ്ണമായും പിടിമുറുക്കി. പാകിസ്ഥാന് ജയിക്കാൻ ഇനിയുള്ള പന്തുകളിൽ വളരെ ബുദ്ധിമുട്ടാണ്. മുഷ്കിൽ ഹെ. സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിയാൽ പാകിസ്ഥാൻ പതറുകയാണ്. പുതിയ താരം ഷാഹീൻ ഷാഫ്രീദി ക്രീസിൽ. ടീമിന് ഒരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ മുന്നോട്ടു പോകാനാകൂ. എന്തൊരു ഷോട്ട്! ഫഹീം അഷ്റഫ് റൗണ്ട് ദ വിക്കറ്റ് നിന്ന് ഷോർട്ട് ബോളിനെതിരെ മികച്ച 4 നേടി. ഈ 4 പാകിസ്ഥാന് അല്പം ആശ്വാസം നൽകും. എങ്കിലും വിജയലക്ഷ്യം ഇപ്പോഴും വളരെ ദൂരെയാണ്. മുഷ്കിൽ ഹെ.
മികച്ച പ്രതിരോധം. ഫുള്ളർ ആൻഡ് ഫ്ലാറ്റർ ഡെലിവറിയെ ഫഹീം അഷ്റഫ് ഫ്രണ്ട് ഫൂട്ടിൽ തട്ടിയിരിക്കുന്നു. സമ്മർദ്ദത്തിലും പിടിച്ചു നിൽക്കുന്നു. എക്സലന്റ് ഷോട്ട്. 4 അപ്പ് ആൻഡ് ഓവർ. ഫഹീം അഷ്റഫ് ഫ്ലൈറ്റഡ് ബോളിനെ കവർ ഫീൽഡർക്ക് മുകളിലൂടെ ബൗണ്ടറിയിലേക്ക് വായിച്ചു. ബേ മിസാൽ സ്ട്രോക്ക്. തിലക് വർമ്മയുടെ ഓവറിൽ 6 റൺസ് വന്നു. ഒരു വിക്കറ്റ്. പാകിസ്ഥാന് ഒട്ടും അനുകൂലമായ ഓവറല്ല. ജയിക്കാൻ ഇനിയും വളരെയേറെ റൺസ് വേണം. സ്കോർ ബോർഡ് നോക്കുമ്പോൾ പാകിസ്ഥാൻ വലിയ സമ്മർദ്ദത്തിലാണ്. ഓരോ പന്തും ഇപ്പോൾ നിർണായകമാണ്. മുഷ്കിൽ ഹെ. മറ്റൊരു പന്ത് വായുവിൽ. ഫഹീം അഷ്റഫ് വീണ്ടും ഒരു ബൗണ്ടറിക്ക് ശ്രമിക്കുന്നു. കളിയുടെ ഗതി ഏതോ നിമിഷവും മാറാം. കെ യാദവ് വീണ്ടും പന്തെടുക്കുന്നു. ഫഹീം അഷ്റഫ് ഒരു സിംഗിൾ നേടി സ്ട്രൈക്ക് കൈമാറി. ഓരോ പന്തും ഇപ്പോൾ വിലപ്പെട്ടതാണ്. മത്സരം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്. പാകിസ്ഥാന് ഇനിയും വലിയ പോരാട്ടം കാഴ്ചവെക്കണം. ഇത് വളരെ കഠിനമാണ്. വൈഡ് ബോൾ. കെ യാദവിയുടെ സമ്മർദ്ദ നിമിഷം. ലെഗ് സൈഡിലൂടെ വൈഡ് ബോൾ. ഇത് പാകിസ്ഥാന് ഒരു എക്സ്ട്രാ റൺ നൽകുന്നു. കെ യാദവിന്റെ ലൈൻ ആൻഡ് ലെങ്ത് വളരെ മികച്ചതാണ്. ബട്ട് ഷാഹീൻ അഫ്രീദി മാനേജസ് ടു റൊട്ടേറ്റ് ദ സ്ട്രൈക്ക് വിത്ത് എ സെൻസിബിൾ നഡ്ജ്. ഈ ഉയർന്ന റൺ റേറ്റിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഓരോ ബോളും നേരിടുക എന്നത് പാകിസ്ഥാന് വലിയ വെല്ലുവിളിയാണ്. This drinks break comes at a critical juncture for Pakistan, with the required run rate soaring to 14.50. ഈ ഘട്ടത്തിൽ ഒരു ടാക്ടിക്കൽ ഡിസ്കഷൻ അനിവാര്യമാണ്. കാരണം they need 87 runs from just 36 balls.
It's a daunting task, and the team management must instill some confidence in the remaining batsmen to attempt a miracle. The required run rate is astronomical now, hovering near 15 runs an over. ഈ ഡെത്ത് ഓവേഴ്സിൽ ഫഹീം അഷ്റഫിനും ഷഹീൻ അഫ്രീദിക്കും വലിയൊരു ദൗത്യമാണ് മുന്നിലുള്ളത്. They need some extraordinary hitting to turn this around from here. This drinks break is coming at an interesting time. Pakistan ഇപ്പോൾ 8-9 7 വിക്കറ്റ് നഷ്ടത്തിൽ നിൽക്കുന്നു, and they need 87 runs from the remaining 36 balls. The required run rate is climbing now, and this partnership is crucial for their dwindling hopes. Kuldeep Yadav with a very tight delivery here, just pitching it short and making Fahim Ashraf defend. ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ ബൗളിംഗ് അച്ചടക്കത്തോടെയാണ്. They are not giving them any easy runs. Shaheen Afridi is trying to rotate the strike, but the fielding is excellent. ഇനിയുള്ള പന്തുകളിൽ വലിയ ഷോട്ടുകൾ കളിച്ചേ പറ്റൂ. They need to break the shackles. That's a fantastic point by the streamer. The required run rate is climbing dramatically. Salman Agharയുടെ ടീമിന് ഇനിയൊരു അത്ഭുതം മാത്രമേ ആശ്രയം. Fahim Ashraf and Shaheen really need to produce a miracle here. T. Verma with a superb delivery there, maintaining that perfect corridor of uncertainty. വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ അവരുടെ ഏക ലക്ഷ്യം. Shaheen tries to go big but can only get a single. ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ ബൗളിംഗ് വളരെ ആധിപത്യം പുലർത്തുന്നു. They are really a crucial single there for Shaheen to keep the strike. ഈ മത്സരം പാകിസ്ഥാന് വളരെ ദുഷ്കരമാണ്, but they need to keep believing. That's another single. Run rate നിയന്ത്രിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, but the asking rate is going up and up. They need boundaries now. Fahim Ashraf manages to get a single there. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ കളിയിൽ പൂർണ്ണ ആധിപത്യം പുലർത്തുകയാണ്. പാകിസ്ഥാൻ needs something extraordinary to change the narrative. Shaheen Afridi attempts a sweep there, but only gets a single towards short third. ഈ അവസാന ഡെത്ത് ഓവറുകളിൽ വലിയ ഷോട്ടുകൾ കളിക്കാനുള്ള സമ്മർദ്ദം വളരെ കൂടുതലാണ്. Oh dear, a catch drop. That could be a costly mistake even at this stage. മത്സരം ഏതാണ്ട് കൈവിട്ടെങ്കിലും ഇത്തരം അവസരങ്ങൾ കളിയിലെ മൊമെന്റം മാറ്റിയേക്കാം. A single taken by Fahim Ashraf. ഈ dropped catch ഇന്ത്യയെ അല്പം സമ്മർദ്ദത്തിലാക്കുമോ എന്ന് കണ്ടറിയണം. They still have the upper hand though. That
drop catch was quite costly indeed, as Tilak Verma makes a meal of it. Scoreboard നോക്കുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും വലിയ ലക്ഷ്യത്തിന് പിന്നിലാണ്. The match is pretty much decided. T. Verma with the full and accurate delivery there. ഈ ഓവർ പാകിസ്ഥാന് വളരെ നിർണായകമാണ്, but they can't find the boundaries. The required rate is escalating. End of the over, and Pakistan is 94 for 7. ഇനി 30 പന്തുകളിൽ 82 റൺസാണ് ആവശ്യം. It's a mountain to climb from here. Shaheen Afridi attempts the sweep again, getting a single. ഈ റൺ റേറ്റ് നിലനിർത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. India's bowling is just too disciplined at the moment. V. Chakravarti with a tight delivery here. പുതിയ ബൗളർ വരുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. Pakistan needs to play sensibly to avoid a bigger defeat. Another single for Shaheen Afridi. Varun Chakravarti runs കൊടുക്കാൻ സാധ്യത കുറവാണ്. India is dominating and the probability is 100% in their favor. Fahim Ashraf manages to pick up a couple of runs. ഈ ഘട്ടത്തിൽ ഇത്തരം ചെറിയ റൺസ് നേടുന്നത് അവരുടെ നെറ്റ് റൺ റേറ്റിന് സഹായിച്ചേക്കാം. The match is practically over. A single taken by Shaheen. Varun Chakravartiയുടെ ബൗളിംഗ് പാകിസ്ഥാൻ ബാറ്റർമാരെ ശരിക്കും പ്രതിരോധത്തിലാക്കുന്നു. There is no possibility of a miraculous comeback here. And that's it. V. Chakravarti gets the wicket. Fahim Ashraf is caught out, and this partnership is broken. Pakistande avasana pradikshagalam astamikkunnu. That wicket was coming as the pressure was too great. Fahim Ashraf 10 runs എടുത്ത് പുറത്തായി. India is now cruising to a comfortable victory. Amir Ahmed is the new batsman coming in. ഈ അവസാന പന്തുകളിൽ പാകിസ്ഥാൻ എത്ര റൺസ് നേടുമെന്ന് കണ്ടറിയാം. It's all about minimizing the margin now. And it looks like Abrar Ahmed is the new batsman. പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിര പൊരുതുന്നുണ്ടെങ്കിലും വിജയ സാധ്യത ഇപ്പോൾ 0. India is set to seal a comprehensive victory. Yes, Abrar Ahmed is the new man at the crease. ഈ ഘട്ടത്തിൽ അവർക്ക് വലിയ കാര്യമായ ഒന്നും ചെയ്യാനില്ല. India's performance has been dominant throughout. Amir Ahmed is on strike now. പാകിസ്ഥാൻ ഇന്നിംഗ്സിലെ അവസാന നിമിഷങ്ങളാണിത്. The focus is now on the margin of victory for India. And he's gone. Amir Ahmed is out LBW on his first ball. Varun Chakravarti വീണ്ടും ഒരു വിക്കറ്റ് നേടുന്നു. This is a complete domination by India. It looks like they've taken an LBW check. Abrar Ahmed creasil പുതിയ ബാറ്ററാണ്. The match is heading towards a clear victory for India. Yes, the LBW check is underway. Abrar Ahmedന് ഇത് ഒരു വലിയ അവസരമാണ്. But the match situation is completely against Pakistan. The decision will be crucial for Abrar Ahmed, although the outcome of the match is pretty clear. ഇന്ത്യയുടെ വിജയം ഏതാണ്ട് ഉറപ്പിച്ചു എന്ന് പറയാം. And the decision is out. Amir Ahmed is out LBW. Pakistan വീണ്ടും ഒരു വിക്കറ്റ് നഷ്ടപ്പെടുന്നു. India's bowling attack is just too strong. Yes, Abrar Ahmed is out LBW. Varun Chakravarti hat-trick പന്തിലാണിപ്പോൾ. പാകിസ്ഥാൻ ശരിക്കും തകർന്നടിയുന്നു. Usman Tariq is the new batsman now, facing the hat-trick ball. Varun Chakravarti ഒരു hat-trick നേടുമോ എന്ന് കണ്ടറിയാം. This is a phenomenal bowling performance.
Usman Tariq, a new batsman, is on strike. Hat-trick പന്ത് നേരിടാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നു. This is a massive moment for V. Chakravarti. Usman Tariq is the last man to walk out. പാകിസ്ഥാന്റെ തോൽവി ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. India is just a few moments away from a comprehensive victory. It all comes down to this ball. Usman Tariq is facing the hat-trick ball. ഈ മത്സരം ഇന്ത്യയുടെ സമ്പൂർണ്ണ ആധിപത്യത്തിന്റെ പ്രതീകമായി മാറുന്നു. Here comes the hat-trick ball. Usman Tariq is under immense pressure. വരുൺ ചക്രവർത്തി ഇന്ന് അസാധാരണമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. He survives the hat-trick ball. Usman Tariq manages to defend. പാകിസ്ഥാൻ ഇപ്പോൾ 97-ന് 9 വിക്കറ്റ് നഷ്ടത്തിൽ. The match is practically over. And India has taken a review. ബൗളിംഗ് റിവ്യൂയിലൂടെ മറ്റൊരു വിക്കറ്റ് നേടാനുള്ള സാധ്യത അവർ പരിശോധിക്കുന്നു. The match is just moments away from a conclusion. It's an LBW check. ഉസ്മാൻ താരിഖിന്റെ വിക്കറ്റ് കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. India is trying to maximize their advantage. The review is underway. ഉസ്മാൻ താരിഖിന് ഇത് ഒരു പക്ഷേ അവസാനത്തെ പന്തായിരിക്കാം. India is in complete control. And a decision is not out. Usman Tariq survives the review. Pakistan ഇപ്പോഴും വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ നിൽക്കുന്നു. India is still in complete command. So, India loses the review. Usman Tariqine ഇത് ഒരു ലൈഫാണ്. The match is end of the over and Pakistan is 97 for 9. ഇനി 24 പന്തുകളിൽ 79 റൺസാണ് ആവശ്യം. The match is practically over. That was a very close call, but Usman Tariq survives. കുമാർ ധർമ്മസേനയുടെ തീരുമാനം ശരിയായിരുന്നു. India is still in complete command. The match is practically over. പാകിസ്ഥാൻ ഇപ്പോഴും വിജയലക്ഷ്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. India's performance has been dominant throughout. R. Singh comes into the attack now. വരുൺ ചക്രവർത്തിയുടെ പ്രകടനം വളരെ ശ്രദ്ധേയമായിരുന്നു. India is in complete control. That's a superb bowling by Varun Chakravarti. ഇനി 24 പന്തുകളിൽ 79 റൺസാണ് പാകിസ്ഥാന് വേണ്ടത്. The match is virtually over. Rinku Singh is getting ready to bowl. പാകിസ്ഥാൻ ഇന്നിംഗ്സിലെ അവസാന ഓവറുകളിലേക്ക് കടക്കുകയാണ്. India's victory is inevitable at this point. Shaheen Afridi hits a boundary. Pakistan 100 runs പിന്നിട്ടു. A little resistance coming from the tail end. That boundary brings up the 100 for Pakistan. Shaheen Afridi കുറച്ച് റൺസ് നേടാൻ ശ്രമിക്കുന്നുണ്ട്. However, the required run rate is climbing rapidly. A dot ball there. വിജയത്തിന് ആവശ്യമായ റൺസ് ഇനിയും വളരെ കൂടുതലാണ്. India is closing in on this win. Another boundary for Shaheen Afridi. സ്കോർ ഉയർത്താൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. But it won't make a difference to the outcome of the match. That was a good delivery right into the leg stump. പാകിസ്ഥാന്റെ ഇന്നിംഗ്സ് അവസാനത്തോടടുക്കുകയാണ്. India's victory is certain. Shaheen Afridi is trying to get some valuable runs. Pakistan ഇന്നിംഗ്സിലെ അവസാന നിമിഷങ്ങളാണിത്. India is heading towards a big victory. Another boundary. Shaheen Afridi is showing some determination. Score വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു, but it's too little too late for Pakistan. Something is being confirmed here. പാകിസ്ഥാൻ ഇന്നിംഗ്സിലെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. India is confidently heading towards a resounding win.
Just a formality now. Pakistan ഇനിയും 70 runs നേടണം 19 പന്തുകളിൽ. India is clearly dominating this match. End of the over. Pakistan 106 റൺസിന് 9 വിക്കറ്റ്. The required run rate is climbing past 20. ഇന്ത്യയുടെ വിജയം കളിയിൽ ഉറപ്പായി. A superb over by Rinku Singh. Pakistan ഇനിയും 70 runs നേടണം. The match is clearly in India's favor. That brings the over to a close. Pakistan 106 റൺസിന് 9 വിക്കറ്റ്. The required run rate is climbing past 20. ഇന്ത്യയുടെ വിജയം That's a tossed-up delivery. ഇന്ത്യയ്ക്ക് ഇനി ഒരു വിക്കറ്റ് മതി കളി അവസാനിപ്പിക്കാൻ. The match is practically over. Shaheen Afridi drills it down the ground for a single. Score 106-ന് 9 വിക്കറ്റ്. India is inches away from victory. And that's a wide ball. Hardik Pandeyയാണ് പന്തെറിയുന്നത്. India just needs one wicket to seal the win. It is a wide delivery. Hardik Pandeyയുടെ ലൈനിൽ ചെറിയ പിഴവ്. The match is in India's control. Pandya pulls a short ball down the leg side. Pakistan ഇപ്പോഴും വിജയത്തിൽ നിന്ന് വളരെ അകലെയാണ്. India is on the brink of a famous win. A dot ball there. ഇന്ത്യയ്ക്ക് ഇനി ഒരു വിക്കറ്റ് മാത്രം മതി. The match is heading towards an exciting conclusion, although the result is clear. Pandya to Shaheen Afridi, and it's a dot ball. Shaheen Afridi പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. India is moments away from the win. A short ball again, and it's a dot. Score 107-ന് 9 വിക്കറ്റ്. India is eagerly awaiting the final wicket. Just one wicket to go for India. Pakistan innings അവസാനിക്കാൻ പോകുന്നു. A comprehensive victory is on the cards. Oh, a catch drop. പക്ഷേ അത് വലിയ വ്യത്യാസമുണ്ടാക്കില്ല. ഇന്ത്യ ഇപ്പോഴും ശക്തമായ നിലയിലാണ്. The victory is still very close. Shaheen Afridi gets a single after the drop. Pakistan ഇപ്പോൾ 113-ന് 9 വിക്കറ്റ്. The required run rate is climbing past 20. Pant drops a simple catch there. Kishan ശ്രമിച്ചു നോക്കിയെങ്കിലും സാധിച്ചില്ല. Nevertheless, the result is not going to change. Just 16 balls left for Pakistan, and they still need 63 runs. ഇന്ത്യയുടെ വിജയം സുനിശ്ചിതമാണ്. The match is a mere formality now. Dropped and 6 runs. Kishan ആ ക്യാച്ച് നിലത്തിട്ടു. ഇത് പാകിസ്ഥാന് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ജയസാധ്യത ഇന്ത്യക്ക് തന്നെയാണ്. Kuldeep Yadav is not happy with that dropped catch. ഇത് മത്സരഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയില്ല. India is cruising to a dot ball there. Pakistan ഇനിയും 63 runs നേടണം. The match is practically over with India in command. Just a few more balls remaining in the innings. Pakistan ഇനിയും 63 runs നേടണം. India is confidently heading towards a big victory. The match is coming to a close. Pakistan ഇനിയും 63 runs നേടണം. India's dominance is clear. Pandya to Shaheen Afridi. Score 113-ന് 9 വിക്കറ്റ്. India is just a step away from victory. A single there. Pakistan 114-ന് 9 വിക്കറ്റ്. The required run rate is now over 27.
Just 13 balls left for Pakistan. വിജയത്തിലേക്ക് ഇന്ത്യക്ക് ഇനി ഒരുപാട് ദൂരമില്ല. A comprehensive performance by India. ഉത്മാൻ താറിക് ഔട്ട്. ഹാർദിക് പാണ്ഡ്യയുടെ മികച്ച ബോളിംഗ്. പാകിസ്ഥാന് അവസാന വിക്കറ്റ് നഷ്ടമായി. മുഷ്കിൽ ഹേ വാപസാന. പാണ്ഡ്യ സ്ട്രൈക്സ് അഗൈൻ. വിക്കറ്റ് നേട്ടത്തോടെ ഓവർ സമാപിക്കുന്നു. ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. ബേമിസാൽ പെർഫോമൻസ്. ചരിത്ര വിജയം. ഇന്ത്യ 61 റൺസിന് പാകിസ്ഥാനെതിരെ ജയിച്ചിരിക്കുന്നു. സമ്പൂർണ്ണ ആധിപത്യം. ടീം ഇന്ത്യ ബെസ്റ്റ് ഹേ. വാട്ട് എ കോംപ്രിഹെൻസീവ് വിക്ടറി. ബാറ്റിംഗിലും ബോളിംഗിലും ഒരുപോലെ ആതിളങ്ങിയ ഇന്ത്യ അർഹിച്ച ജയം. പ്രോത്സാഹനജനകമായ പ്രകടനം. സ്കോർ കാർഡ് വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ ഒരു സമഗ്ര വിജയമാണ്. ഉസ്മാൻ ഖാന്റെ ഇന്നിംഗ്സ് നിർണായകമായി. ബൗളിംഗിൽ പാണ്ഡ്യയും ബുംറയും തിളങ്ങി. പാകിസ്ഥാന് കൃത്യമായ ബാറ്റിംഗ് തകർച്ചയാണ് നേരിട്ടത്. ഇന്ത്യയുടെ ബൗളിംഗ് വളരെ മികച്ചതായിരുന്നു. ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും കൃത്യമായ ലെങ്ത്തിൽ പന്തെറിഞ്ഞ് പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയെ തകർത്തു. ഇതാണ് വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഇന്ത്യൻ ബാറ്റിംഗ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇഷാൻ കിഷന്റെ അർദ്ധ സെഞ്ചുറി ടീമിന് മികച്ച സ്കോർ നൽകി. സൂര്യകുമാർ യാദവും ശിവം ദുബെയും നിർണായകമായ സംഭാവനകൾ നൽകി. പാകിസ്ഥാന് ബാറ്റിംഗിലാണ് പ്രധാനമായും പിഴച്ചത്. ഓപ്പണർമാർക്ക് കൃത്യമായ സംഭാവന നൽകാനായില്ല. മധ്യനിരയും പെട്ടെന്ന് തകർന്നു. ഇതാണ് വലിയ തോൽവിയിലേക്ക് നയിച്ചത്. ക്യാപ്റ്റൻസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമ്മർദ്ദഘട്ടങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു. ബൗളിംഗ് മാറ്റങ്ങളും ഫീൽഡ് സെറ്റിംഗും വേണ്ടത്ര ഫലപ്രദമായില്ല. ഇത് ഇന്ത്യക്ക് അനുകൂലമായി മാറി. ഇന്ത്യൻ സ്പിന്നർമാരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മധ്യ ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കാനും നിർണായക വിക്കറ്റുകൾ വീഴ്ത്താനും അവർക്ക് സാധിച്ചു. ഇത് പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ മുന്നേറ്റം വളരെ ശക്തമാണ്. 6 പോയിന്റുകൾ നേടിയത് ടൂർണമെന്റിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നു. പാകിസ്ഥാൻ പ്ലേ ഓഫ് സാധ്യതകൾക്കായി ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട്. ഇത് അവർക്ക് മുഷ്കിൽ ഹേ. ഇഷാൻ കിഷന്റെ പ്രകടനം ട്രൂലി ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു. 77 റൺസ് നേടിയത് ടീം സ്കോറിൽ വലിയ പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ ആക്രമണോത്സുകമായ ബാറ്റിംഗ് ടീമിന് മികച്ച അടിത്തറ നൽകി. പിച്ച് ബാറ്റിംഗിന് അനുകൂലമായിരുന്നു. ഉയർന്ന സ്കോറുകൾ പിറന്നത് അത് വ്യക്തമാക്കുന്നു. എങ്കിലും കൃത്യതയോടെ പന്തെറിഞ്ഞ ബൗളർമാർക്ക് വിക്കറ്റുകൾ നേടാനും സാധിച്ചു.
ബൗളിംഗിൽ ഇന്ത്യക്കായി പ്രധാനമായും തിളങ്ങിയത് ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയുമാണ്. ബുംറ നിർണായകമായ വിക്കറ്റുകൾ വീഴ്ത്തി പാണ്ഡ്യ റൺസ് നിയന്ത്രിക്കുകയും വിക്കറ്റ് നേടുകയും ചെയ്തു. സ്പിന്നർമാരുടെ പ്രകടനം വളരെ നിർണായകമായിരുന്നു. വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും റൺസ് നിയന്ത്രിക്കുകയും പ്രധാന വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. ഇത് ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകി. സ്പിന്നർമാരുടെ പ്രകടനം സ്ട്രാറ്റജികമായി വളരെ പ്രധാനമായിരുന്നു. വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും റൺസ് നിയന്ത്രിക്കുകയും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. ഇത് ഇന്ത്യക്ക് വലിയ മുൻനായക പങ്കുവഹിച്ചു. തീർച്ചയായും അതെ, ഇഷാൻ കിഷൻ അന്നജാനമായും മാൻ ഓഫ് ദ മാച്ച് അർഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓൾറൗണ്ട് പ്രകടനം, പ്രത്യേകിച്ച് ബാറ്റിംഗിലെ പ്രകടനം ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായി. ഇനിയുള്ള മത്സരങ്ങൾ പാകിസ്ഥാന് മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താനാകൂ. ഓരോ മത്സരവും അവർക്ക് നിർണായകമാണ്. മികച്ച പ്രകടനത്തിലൂടെ തിരിച്ചുവരവ് സാധ്യമാണ്. അതെ, മഴയുടെ സാധ്യത പാകിസ്ഥാന്റെ തീരുമാനത്തെ സ്വാധീനിച്ചിരിക്കാം. ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം കളി തടസ്സപ്പെട്ടാൽ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അവർ കണക്കുകൂട്ടിയിരിക്കാം. എന്നാൽ കാലാവസ്ഥ കളിക്ക് തടസ്സമുണ്ടാക്കിയില്ല. ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ശരി, അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി cricket.tv online.com സന്ദർശിക്കുക.